ഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തെ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വേദപുസ്തകം 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ളതായ വേദഭാഗം നമുക്ക് വായിക്കാം. 2 Timothy chapter 4 verses from 6 to 8. Amen. Praise the Lord. 2 Timothy chapter 4 verse 6, for I'm already being poured out like a drink offering, and the time has come for my departure. I have fought the good fight. I have finished the race. I have kept the faith. Now there is in store for me the crown of righteousness, which the Lord, the righteous judge, will award to me on that day. And not only to me, but also to all who have longed for his appearing. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം നമ്മൾ ആവർത്തിച്ച് പ്രത്യേകിച്ച് ഇന്നലെയും ഈ വേദഭാഗം പലപ്പോഴും ആവർത്തിച്ചതായ ഒരു വേദഭാഗമാണ്. എന്നാൽ ഇന്ന് പകൽവേളയും നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വേർപാടുള്ളതായ ബന്ധത്തിലായിരിക്കുന്നതായ വേളയിൽ അതിനോടൊപ്പം ചില ചിന്തകൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. Although this is a verse that we have repeatedly heard this morning in the context of the departure, I want to talk to you on that basis. ഒരു വേർപാട് എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് മനുഷ്യ ജീവിതത്തിൻ്റെതായ ദൈർഘ്യം, അല്ലെങ്കിൽ അതിൻ്റെതായ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ എന്തുമാത്രം ചുരുങ്ങിയതാണ് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം. And when we think about departure or death, we understand how short the duration of life is. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ, ക്രിസ്തുവിൽ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെതായ ജീവിതം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. But what we understand here is if a person is dead in Christ, his life does not end there. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ജീവിത അവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായ സമയത്താണ് ഇങ്ങനെയുള്ളതായ ചിന്തകളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. We see here Paul, as he comes to the end of his life, he brings forth these thoughts. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. And we read, for I'm already being poured out like a drink offering, and the time has come for my departure. അപ്പോൾ യാഗത്തിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകാൽ യാഗത്തിൻ്റെതായ കർമ്മങ്ങളൊക്കെയും കഴിഞ്ഞതിന് ശേഷം ഒഴിക്കപ്പെടുന്നതായ ഒരു പാനീയ യാഗമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം. And when we think about the sacrifices, there are certain rituals, and the drink offering is one of that. എന്നാൽ അദ്ദേഹം പറയുന്നത്, എന്നാൽ തൻ്റെതായ ജീവിതത്തിൽ തൻ്റെ ജീവിത അവസാനത്തിലേക്ക് താൻ കടന്നു വന്നിരിക്കുന്നു എന്നതിനെ കുറിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനായിട്ട് ഹല്ലേലൂയ മരണത്തെ ഒട്ടും ഭയപ്പെടാതെ ഉള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് കാണുവാൻ കഴിയുന്നത്. Well, we are introduced to this personality who has no fear of death. ആമേൻ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയപ്പെടുന്നത് അതൊരു ദുരന്തമല്ല, അതൊരു അവസാനമല്ല, അത് ഒരു ആരംഭമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. As a believer, a death is not a disaster or an end, but it is a beginning. ഇന്ന് പൽക്കാലം അല്പസമയം നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് അതിനോടുള്ളതായ ബന്ധത്തിലാണ്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് from the battlefield to the crown. Hallelujah. യുദ്ധക്കളത്തിൽ നിന്ന് കിരീടത്തിലേക്ക് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. And this morning, based upon the topic from the battlefield to the crown, I want to share a few thoughts with you. Number 1 point. Hallelujah. Life is a journey of fight. അവിടെ പ്രത്യേകം പറയുന്നത് ഇങ്ങനെയാണ്, ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ യാത്രയാണ്.
അദ്ദേഹം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതും. The first point is that life is a journey of fight, and we see Paul saying, I have fought the good fight. ജീവിതത്തെ നമ്മൾ ഒരു വിശ്വാസ ജീവിതത്തെ ആകമാനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയപ്പെടുന്നത് ഒരു പ്ലേ ഗ്രൗണ്ട്, ഒരു കളിസ്ഥലമല്ല, മറിച്ച് ഒരു അല്ലെങ്കിൽ ഒരു പോരാട്ട ഫീൽഡാണ്, യുദ്ധക്കളമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. When we think about the Christian life, it is not a play field, but it is a battlefield. എന്താണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈനംദിനം നമ്മൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഒരു വ്യക്തി ദൈവകൃപയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തി ഒരു യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. When a person is saved, knowingly or unknowingly, the person is stepping into a battlefield. ദിവസവും നമുക്കെതിരായി കടന്നു വരുന്നതായ പാപചിന്തകൾക്കെതിരായിട്ടുള്ള യുദ്ധം, A battle against the sinful thoughts. എനിക്കും നിങ്ങൾക്കും കടന്നു വരുന്നതായ പ്രലോഭനങ്ങൾക്കെതിരായിട്ടുള്ളതായ യുദ്ധം, A fight against the temptations. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിരുത്സാഹം അല്ലെങ്കിൽ ഡിസ്കറേജ്മെന്റ് വരുമ്പോൾ അതിനെതിരായിട്ടുള്ളതായ യുദ്ധം, A fight against discouragement. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വേദനകളും രോഗങ്ങളും ക്ഷീണങ്ങളും നിരാശകളും ഒക്കെയും വരുമ്പോൾ അതിനെതിരായിട്ട് നമുക്ക് ഒരു യുദ്ധമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതായ കാര്യമാണ്. We understand that we are constantly fighting against the highs and lows and the discouragements and the pain and sickness. നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടിയത്, മുമ്പേ പോയിടുന്നവർ ഭാഗ്യമുള്ളവർ, കാരണം എന്ത്, ഇനി അവർക്ക് യുദ്ധം ചെയ്യേണ്ടതായ ആവശ്യമില്ല. As a song says, lucky are those who have already gone because they do not have to continue to fight. ഈ ലോകത്തിൽ നമ്മൾ ഒരു വിശ്വാസി എന്നുള്ളതായ നിലയിൽ നാം ജീവിക്കുമ്പോൾ നാം പാപത്തോട്, ഞാൻ നേരത്തെ പറഞ്ഞതായ എല്ലാ വിഷയങ്ങളോടുമുള്ളതായ ഒരു പോരാട്ടം എന്നുമുണ്ട്. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം, നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് വരെയും ആ യുദ്ധം നമുക്ക് തുടരേണ്ടതാണ്. As a believer, we are constantly fighting the thoughts that the thing I shared earlier. Until eternity we will keep fighting. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയേണ്ടത്, ഈ യുദ്ധം നടക്കുമ്പോഴെല്ലാം ദൈവ പൈതലിൻ്റെതായ ഒരു ആശ്വാസം എന്തെന്ന് ചോദിച്ചാൽ നാം തനിച്ചല്ല യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ എന്ന ഒരു പദം പ്രത്യേകം താൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. And the good thing is, a believer is we have this comfort that we are not fighting alone. As Paul says, he who strengthens me is with me. അപ്പോൾ എന്നെയും നിങ്ങളെയും നമ്മുടെ യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു സഹായകൻ നമ്മുടെ യുദ്ധക്കളത്തിൽ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. There is a helper who is constantly with us in this battlefield. ഹല്ലേലൂയ. നമ്മുടെ യുദ്ധം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സ്നേഹിതന്മാർക്കെതിരായിട്ടല്ല, അല്ലെങ്കിൽ മനുഷ്യർക്കെതിരായിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംഘടനകൾക്കെതിരായിട്ടല്ല. നമ്മുടെ അതായത് യുദ്ധം എന്ന് പറയുന്നത് അവൻ സാത്താനോടും അവൻ്റെതായ സർവ്വ സൈന്യത്തോടും കൂടെയാണ്. Our fight is not against humans or organizations, but our fight is against the Satan and his armies. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ അവൻ തളച്ചിടുന്നതായ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ് സംശയം എന്നുള്ളത്. Doubt is one thing that can break us down. പലപ്പോഴും എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ പുറകോട്ട് വലിക്കുന്നതായ ഒരു ആയുധമാണ് അവിശ്വാസം എന്നുള്ളത്. A disbelief is a weapon that draws us behind. ദൈവജനമേ, ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ ഉപവസിച്ചിട്ടും മറുപടി ലഭിക്കാതെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആ ആയുധത്തെ ഉപയോഗിച്ച് അത് നമ്മുടെ ആ വിശ്വാസത്തെ കവർന്നെടുക്കുവാൻ, ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മയെയും ഏകാഗ്രതയെയും എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന ഒരു യുദ്ധക്കളത്തിലാണ് ഞാൻ നിങ്ങൾ
യുദ്ധമായിരിക്കുന്നത്. We are in a battlefield where despite our prayers and fasting, sometimes we do not get answers and it pulls us back. എന്നാലും എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ആ സമയത്ത് ഹല്ലേലൂയ നാം താണു പോകാതെ, നമ്മുടെ വിശ്വാസം എന്നതായ പരിച താഴെ വയ്ക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ആഗ്രഹവും ആവേശവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. We must have this desire that even in those difficult times we will not put down our shield of faith, but we will continue to persist. ഓരോ പരിശോധനകളും ഓരോ പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, പ്രാർത്ഥന എന്നുള്ളത്, കർത്താവേ എനിക്ക് തനിയെ പറ്റുകയില്ല, എനിക്കിത് കഴിയുകയില്ല, കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വിജയം വരിക്കുമെന്നുള്ളതായ ആ വിശ്വാസത്തോട്, ആ കോൺഫിഡൻസോട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. When we are facing the trials and temptations, let this be a prayer. God, I cannot fight this alone. I need you with me, and let us lead to the victory. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ അച്ചായൻ കഴിഞ്ഞ ദിവസം കർത്താവ് ഹല്ലേലൂയ തന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ഹല്ലേലൂയ താൻ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവർ ഇനി അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഈ പറയപ്പെട്ടതായ ആത്മീയ യുദ്ധം ശേഷിപ്പില്ല. Our dear Appachan the other day went to be with the Lord. He does not have to fight this worldly fight anymore. അവർ എന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമുക്ക് പോരാട്ടമുള്ളത് ഹല്ലേലൂയ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെതായ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എഫേസ് ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. In Ephesians chapter 6 verse 2 we read this: our fight is not against the powers and the principalities and the powers of the darkness. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ യുദ്ധം കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടേതായ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ ഡ്യൂട്ടി കഴിയുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ മതി മകനെ ഇനി ഇങ്ങു പോര് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ വരവിന് മുമ്പിൽ ഹല്ലേലൂയ നമ്മെ വിളിച്ച് ചേർക്കുന്നതായ ആ പ്രക്രിയയാണ് മരണം എന്ന് പറയപ്പെടുന്നത്. But death is one thing where God calls us and says your fight is over, come and now rest with me. എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡറിന്റെ കീഴിൽ ഒരു സോൾജിയർ കാര്യമായിട്ട് അധ്വാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അധ്വാനത്തിൻ്റെതായ ക്ഷീണവും പ്രയാസവും ഒക്കെ കണ്ടിട്ട് കമാൻഡർ പറയുകയാണ്, അവൻ നിർത്തിക്കോ ഇനി ഇങ്ങു പോരെ, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് റെസ്റ്റിലേക്ക് നയിക്കുകയാണെങ്കിൽ ആ പ്രക്രിയയാണ് മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മരണത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Imagine a commander sees an exhausted soldier fighting and he tells him, come and now rest, and death is such an act for us where ആമേൻ ഹല്ലേലൂയ. പ്രിയ അച്ചാനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ തൻ്റെതായ പോരാട്ടം തീർന്നു, തൻ്റെതായ ഹല്ലേലൂയ യുദ്ധക്കളത്തിലെ ജീവിതം അവസാനിച്ചു. ഹല്ലേലൂയ താൻ ഇന്ന് അവൻ കർത്താവിനോടൊപ്പമായിരിക്കുന്നു. എന്നാൽ ഇന്നില്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. When we think about Appachan, his fight is over, but for you and I the fight continues. ദൈവമേ, നാം സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാവരും കേൾക്കുവാൻ വാഞ്ചിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു പദമുണ്ട്. When you and I, when we get to heaven, there is a term we want to hear. എന്താണെന്ന് അറിയാമോ? Do you know what that is? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നതായ യജമാനന്റെതായ ശബ്ദം. We want to hear the voice of our owner who says this: my well and faithful servant, you have been faithful even with the little. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് തന്നിരിക്കുന്നതായ ജീവിതം, ഹല്ലേലൂയ, ജീവിതത്തെ ദൈവത്തിൻ്റെതായ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എങ്കിൽ ആ വർത്തമാനം ആ വാക്ക് യജമാനന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. If you and I cannot be faithful in our little life, we will not
not be able to hear that statement from the Lord. ദൈവജനമേ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതായത് ഒരു ഈസി ആയിട്ടുള്ളതായ ഒരു ജീവിതമല്ല. ഹല്ലേലൂയ, ദൈവവചനത്തിന് അധിഷ്ഠിതമായി ദൈവവചനം അനുസരിച്ച് ജീവിക്കേണ്ടതായ ജീവിതമാണ്. A Christian life is not an easy walk, but it is a one that we need to obey and live with. രണ്ടാമത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യം, ലൈഫ് ഹാസ് എ റേസ് ടു ബി ഫിനിഷ്ഡ്. ഐ ഹാവ് ഫിനിഷ്ഡ് റേസ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരു ഓട്ടം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്നാണ്. The second point is life has a race to be finished, as Paul says, I have finished the race. ആമേൻ, ഹല്ലേലൂയ. എല്ലാ ഓട്ടത്തിനും ഒരു പ്രാരംഭമുണ്ട്. Every race has a beginning, അതേപോലെ തന്നെ ആ ഓട്ടത്തിന്റെ ഒരു അവസാനവുമുണ്ട്. and in a similar way it has an end. നമ്മുടെ ഈ പ്രിയ അച്ചായന്റേതായ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ തന്റേതായ ഓട്ടം ഈ ഭൂമിയിലാണ് ആരംഭിച്ചത്. When we think about Apachan, his life race began on this എന്നാൽ earth. തന്റേതായ ഓട്ടം ഓടിക്കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൻ്റെതായ ഓട്ടത്തിൻ്റെതായ അവസാനിപ്പിച്ചിരിക്കുന്നത് നിത്യതയിലാണ്. But his race has ended in eternity. അവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ പ്രിയ അച്ചായന് ഹല്ലേലൂയ ഇനി ഈ ഭൂമിയിൽ ഓടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. As I reminded earlier, Apachan does not have the race anymore on this earth. അത് ക്രിസ്തുവിന്റെ കൃപയാൽ തനിക്ക് പൂർത്തിയാക്കുവാൻ തക്കവണ്ണമിടയായി. By Christ's grace he finished it. അവൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമുക്കൊരു ഓട്ടം തന്നിരിക്കുകയാണ്. We all have a race that Christ has set on us. അവൻ നമ്മൾ അങ്ങമിങ്ങും നോക്കിയാൽ നമ്മുടെ ഓട്ടം ഹല്ലേലൂയ സ്ഥിരതയോടുകൂടെ ഓടുവാൻ തക്കവണ്ണം കഴിയില്ല. If we look here and there, we will not be able to run this race steady. അവൻ ഹല്ലേലൂയ ഓട്ടം ഓടുന്നവൻ അല്ലെങ്കിൽ അത്ലറ്റ് ആയിട്ട് ഒരു വ്യക്തി ഫീൽഡിൽ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ തന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതിരിക്കുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ഏകാഗ്രത ഉണ്ടായിരിക്കണം. Just like an athlete on a track cannot be distracted looking here and there, we must keep our eyes fixed upon that. അവൻ നമ്മുടെ ഓട്ടം എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ ഒരു സ്പ്രിന്റ് ആയിട്ടുള്ളതായ ഒരു ഓട്ടമല്ല, അല്ലെങ്കിൽ ഒരു നിശ്ചിത അല്ലെങ്കിൽ 100 മീറ്ററിന്റെ ഓട്ടമല്ല, ഒരു മാരത്തോൺ പോലെ ഹല്ലേലൂയ ദൈർഘ്യതയേറിയതായ ഒരു ഓട്ടമാണ്. Our race is not like a sprint, but it is like a marathon with a duration. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ആയിരിക്കണം. Our race has highs and lows, but at those times keep your eyes fixed upon the author and finisher of our faith. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മെ കർത്താവ് ഇന്ന് പൽക്കാലം നമ്മോട് ദൈവവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ഓട്ടക്കളത്തിലാണ്. അതുകൊണ്ട് തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ തളർന്നു പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കുന്നതായ പാനീയം നമ്മൾ കുടിച്ച് നമ്മെ തന്നെ ബലപ്പെടുത്തി ഈ ട്രാക്കിൽ നിൽക്കുവാൻ ദൈവത്തോട് കൃപ ചോദിക്കണം. This morning the Spirit is reminding you, you are in a race. You may be tired, but remember to have the drink offering so that you can sustain yourself. അവൻ നമ്മുടേതായ ഹല്ലേലൂയ ഉത്സാഹം കെടുത്തി കളയുന്ന, ഹല്ലേലൂയ നമ്മുടേതായ എനർജി നഷ്ടപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There may be times when our energy may be exhausted. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ പത്രോസിന്റെ ദൈവത്തെ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ കടലിന്മേൽ നടക്കുവാൻ തക്കവണ്ണം പത്രോസിനോട് കർത്താവ് അവൻ ആഹ്വാനം നൽകിയായിരുന്നു. If you look at the life of Peter, God gave him a commandment. അവൻ ഹല്ലേലൂയ ചില ചുവടുകൾ എടുത്തു വെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. You see, Peter took few steps on it. ഹല്ലേലൂയ ചില ചുവടുകൾ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ തനിക്കും യേശുവിനെ പോലെ തന്നെ നടക്കുവാൻ, വെള്ളത്തിന്മീതെ നടക്കുവാൻ തക്കവണ്ണം ഇടയായത്
നമുക്ക് മനസ്സിലാകുന്നത് We കാര്യമാണ്. see that Peter was able to walk on the water just like Jesus. എന്നാൽ യാത്ര തിരിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, താൻ അതായത് റിയലൈസ് ചെയ്യുന്നത് ഞാൻ നടക്കുന്നത് തിരമാലകളുടെ പുറത്താണല്ലോ. But it is only after a few steps he realized, I am walking on top of the storms. ഞാൻ നടക്കുന്നത് സാധാരണ ഒരു പ്രതലത്തിലല്ലല്ലോ എന്ന് ചിന്തിക്കുവാനിടയായി. He realized, I am not walking on stable ground. ഇതുപോലെ താൻ മാനുഷികമായ നിലയിൽ ചിന്തിച്ചിട്ട് തന്റെ നോട്ട് കർത്താവിൽ നിന്ന് മാറ്റിയിട്ട് ഹല്ലേലൂയ അവൻ ചുറ്റുപാടുകളിലേക്ക് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. You see, Peter turned his gaze away from Jesus and he started looking at the surroundings. എന്താ സംഭവിച്ചത്? തന്റെ ഹല്ലേലൂയ ആ നടത്തത്തിൽ തനിക്ക് താഴോട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we see at that moment he started drowning. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാത്ര വളരെ സുഖകരമായിരിക്കാം. Sometimes our life may be comfortable. എന്നാൽ ചില സമയങ്ങൾ ഭയങ്കര ദുഷ്കരമായിരിക്കാം. And sometimes it may be very difficult. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അലകളുടെ പുറത്തൂടെ നടക്കേണ്ടി വന്നേക്കാം. And sometimes we are walking on top of waves. അവ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മെ പറത്തിക്കൊണ്ട് പോകുന്നതായ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് നിൽക്കേണ്ടതായ സാഹചര്യം വന്നേക്കാം. There may be times when we have to withstand the storms against us. എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഹല്ലേലൂയ നമ്മുടെ കണ്ണ് പതിപ്പിക്കേണ്ടത് ഹല്ലേലൂയ ക്രിസ്തുവിലായിരിക്കണം. But these times remember to put your gaze upon Jesus Christ. ദൈവജനമേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിങ്കൽ ഹല്ലേലൂയ നമ്മുടെ കണ്ണ് പതിപ്പിച്ചാൽ ഹല്ലേലൂയ ദൈവമായ കർത്താവ് തക്ക സമയത്ത് തന്റെ സഹായത്തിൻ്റെതായ കരം നീട്ടി ഹല്ലേലൂയ താണു പോകുന്നതായ അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന കർത്താവാണ്. If you put your eyes on the author and finisher of our faith, in due time, in your difficult times, he will lift you up. ആമേൻ. ഒരു കാര്യം എനിക്ക് നന്നായിട്ട് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്, I can say one thing with certainty. ദൈവത്തിൻ്റെതായ വചനം നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്. The word tells us this. ഹല്ലേലൂയ. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. He who began the good work in you is faithful to finish it. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിരാശയിലൂടെ കടന്നു പോകുന്ന, ക്ഷീണത്തിലൂടെ കടന്നു പോകുന്ന ഹല്ലേലൂയ ദൈവമക്കൾക്ക് എനിക്ക് ദൈവവചനത്തിൻ്റെതായ ശക്തിയിൽ നിന്നുകൊണ്ട് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഹല്ലേലൂയ വഴിക്ക് വെച്ച് ആ പ്രവൃത്തിയെ തികയ്ക്കാതെ കർത്താവ് നമ്മെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല. If anybody is facing pain and discouragement, I want to tell you, he who began the good work in you, he will not abandon you midway. എന്നോടൊപ്പം നിങ്ങളോടൊപ്പം നടന്നവർ ചിലപ്പോൾ വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയേക്കാം. Those who began the walk with you may have got lost. പലരും തളർന്നു പോയിട്ടുണ്ടായിരിക്കാം. Many may have got tired. പലരും ഹല്ലേലൂയ ഈ വഴി വിട്ട് തന്നെ മാറിപ്പോയിരുന്നിരിക്കാം. Many may have left this way. എന്നാൽ ഇത് വൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകളെ പതിപ്പിച്ചിട്ട് നാം മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടേണ്ടി വരികയില്ല. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ അന്ത്യം വരെയും വിശ്വസ്തരായി നിലനിൽക്കുവാൻ ദൈവം കൃപ തരും. But if you put your eyes and fix your gaze upon Jesus in this race, you will not be discouraged till the end. He will sustain you. ആമേൻ. ഇന്ന് പൽക്കാലം അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, faith must be kept. I have kept the faith എന്നാണ്. അത് വിശ്വാസം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഞാൻ വിശ്വാസം കാത്തു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. And the third point is the faith must be kept, like Paul says,
I have kept the faith. തൻ്റെ ജീവിതത്തിൻ്റെതായ ഒരു വിശ്വസ്തത അല്ലെങ്കിൽ സത്യസന്ധതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. What we are seeing here is the faithfulness and the sincerity of Paul. ഹല്ലേലൂയ, തൻ്റെതായ യൗവനം, ഹല്ലേലൂയ, വാർദ്ധക്യം, ഈ സാഹചര്യങ്ങളിലെല്ലാം താൻ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളിലെല്ലാം തൻ്റെ വിശ്വാസത്തെ കാക്കുവാൻ തക്കവണ്ണം തനിക്ക് കഴിഞ്ഞു, ഹല്ലേലൂയ, എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. What we see here, Paul, through his youth, when he was an elder, he kept his faith. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളമായ ഒരു പ്രത്യേകമായ ഒരു എന്താ പറയുന്നത്, ഹല്ലേലൂയ, ഒരു ടെൻഡൻസി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നതായ ഒരു പോരാട്ടം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അല്ലലില്ലാതിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ട്, ഹല്ലേലൂയ, നാം അങ്ങുമിങ്ങും നോക്കി, ഹല്ലേലൂയ, നമ്മൾ കടന്നു പോകാനുള്ളതായ സാധ്യതയുണ്ട്. Now, one of the challenges that we face is when everything is going smooth, no problems, we get distracted. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ക്ഷീണങ്ങളും നമ്മൾ ചിന്തിക്കുന്നതായി അതായത് നിലയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ദൈവവുമായിട്ട് അടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. Now when things don't go the way it should, when you have the troubles, you start paying attention to God. എന്നാൽ വിശ്വാസം എന്ന് പറയപ്പെടുന്നത് നല്ല കാലഘട്ടത്തിൽ മാത്രം സൂക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. But faith is not one thing that must be preserved in good times. ഞാൻ ഒന്നുകൂടെ പറയാം, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നല്ല കാലാവസ്ഥയിലും നല്ല സമയത്തും നല്ല നേരത്തും മാത്രം സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമല്ല വിശ്വാസം. Faith is not something to be preserved only when things are going good. വിശ്വാസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉയർച്ചയും താഴ്ചയും വരുമ്പോഴും ക്ഷീണവും പ്രയാസവും വരുമ്പോഴും രോഗവും ദുഃഖവും വരുമ്പോഴും അത് നഷ്ടവും ലാഭവും കടന്നു വരുമ്പോഴും വിശ്വാസം 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 തന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Faith must be kept during your highs and lows, in your troubles, in your sickness, in your profit, in your loss. പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ച തന്റെ ശിഷ്യനാക്കി മാറ്റിയതിനു ശേഷം താൻ കടന്നുപോയതായ എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും വിശ്വാസത്തെ താൻ പിടിച്ച് നിന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. We learn from the word of God since the time he was called, Paul kept his faith through all the circumstances. ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പരിസ്ഥിതിക്ക് അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതല്ല. ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു പ്രതിഷ്ഠയാണ്, ആ ഒരു സൂക്ഷിപ്പാണ് നമുക്ക് വേണ്ടുന്നത്. What God expects from you and I is that in all circumstances not to have a selective faith but to have that commitment. യോബിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതും പറയുന്നതുമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഹല്ലേലൂയ ഞാൻ അവനെ വിശ്വസിക്കുമെന്നാണ്, ഞാൻ അവനായി കാത്തിരിക്കുമെന്നാണ്. What we read about Job is that even if he kills me, I will believe him and I will wait upon him. ദൈവജനമേ, ഇന്ന് പൽക്കാലം നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയപ്പെടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. What we have faith is such a great thing. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പ്രേയറിന് ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത് എന്നെയും ഹല്ലേലൂയ സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്നതായ ഒരു ലിങ്കാണ്, ഒരു കണ്ണിയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സ്വർഗം അല്ലെങ്കിൽ നമ്മുടേതായ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. As a reminder on Friday, faith is the link that connects heaven and you, and if it breaks you have lost it. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസം കൂടാതെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. When we say without faith it is impossible to please God, it means without faith it is impossible to reach heaven. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തെ നാം
നാം കാക്കണം. ഏത് സാഹചര്യത്തിന് മുമ്പിൽ, ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ, ഏത് വെല്ലുവിളികളുടെ മുമ്പിൽ ഹല്ലേലൂയ വിശ്വാസത്തോട് നമുക്ക് നിലനിൽക്കണം. അതാണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. In the face of all difficulties and pains, we must preserve the faith. This is what God expects from us. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എന്ന് പറയപ്പെടുന്നത് ഒരു വിളക്കിലെ ഒരു എണ്ണയുള്ള ഒരു വിളക്ക് പോലെയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. We must think about our life like a lamp with an oil. ഹല്ലേലൂയ. ഈ വിളക്കിലെ എണ്ണ തീരുവോളം ഹല്ലേലൂയ ഈ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും. As long as there is oil in the lamp, it will be lit. ഹല്ലേലൂയ. ഈ എണ്ണ തീരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ആ വെളിച്ചം നിൽക്കുന്നത്, അപ്പോഴാണ് വിളക്ക് അണഞ്ഞു പോകുന്നത്. As long as there is oil, the lamp will be lit. When it's over, it is off. ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, എന്നിലും നിങ്ങളിലും ദൈവമായ കർത്താവ് തന്നിരിക്കുന്നതായ എണ്ണയാണ് കത്തുവാൻ, കർത്താവിന് വേണ്ടി കത്തുവാൻ, കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ തന്നിരിക്കുന്നതായ എണ്ണയാണ് വിശ്വാസം. ഈ ദിവസങ്ങൾ കർത്താവേ ഹല്ലേലൂയ എന്നിൽ എണ്ണയെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ സാഹചര്യങ്ങൾ എന്തൊക്കെ വന്നാലും അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ എന്നെ നിലനിർത്തണമേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. This faith is this oil that God has put in our life, and we must pray to God, Lord, preserve me all times. ഹല്ലേലൂയ. എല്ലാവരും എപ്പോഴും നമ്മോട് കൂടെ കാണുകയില്ല. എന്നാൽ നമ്മുടെ ഏകാന്തമായ സമയത്ത് നാം തനിച്ചിരിക്കുന്നതായ വേളയിൽ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാര്യമാണ്, കർത്താവ് ഹല്ലേലൂയ എന്നിൽ അവിടുത്തെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ. നമ്മൾ പാടിയല്ലോ, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ ഹല്ലേലൂയ ഇന്ന് മണ്ണിൽ കാണുവാൻ തക്കവണ്ണമില്ല. എനിക്ക് നിങ്ങൾക്കും വേണ്ടുന്നത് ദൈവകൃപയിലെ നിലനിൽപ്പാണ്. We may not be always together. When not time we are alone, Lord, we must pray this, Lord, grow the faith in me. The saints of the past have gone, but I am here. ഹല്ലേലൂയ. ആരും കാണാതിരിക്കുമ്പോഴും, ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴും കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുവാൻ, ഹല്ലേലൂയ അങ്ങയിൽ ഹല്ലേലൂയ വിശ്വസിക്കുവാൻ, അങ്ങയിൽ ട്രസ്റ്റ് ചെയ്യുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May we pray this, God, give me the grace to trust in you and to depend upon you. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. And here Paul says, my time of departure is coming. Amen. Death is not the end. Amen. The time of my departure is near എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതായ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. And we read that death is not the end, the time of my departure is near. ആമേൻ. ഹല്ലേലൂയ. മരണത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്റേതായ ആമേൻ ഒരു യാത്ര, ആമേൻ ഹല്ലേലൂയ, അതായത് എൻ്റെ ആമേൻ ഡിപ്പാർച്ചർ. നമ്മൾ പ്രത്യേകിച്ച് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അറൈവലും ഡിപ്പാർച്ചറും നോക്കിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. And Paul equates this life to like a journey, and if you go to an airport, you see there is arrivals and departures. ആരെങ്കിലും കൊണ്ടുവിടുവാൻ തക്കവണ്ണം നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡിപ്പാർച്ചറിൻ്റെതായ ആ ബോർഡ് നോക്കിയാണ് പോകുന്നത്. When we go to drop someone off, we look at the departure signs and go there. ആരെങ്കിലും അത് റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം പോകുകയാണെങ്കിൽ നമ്മൾ അറൈവലിന്റെ സൈൻ നോക്കിയാണ് പോകുന്നത്. And when we go to pick up someone, we go to the arrivals. ആമേൻ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ ഞാൻ എന്റേതായ ഹല്ലേലൂയ യാത്രയൊന്ന് ഹല്ലേലൂയ അതിൻ്റെതായ തുറമുഖത്തിൽ നിന്ന് ഇവിടെ നിന്ന് തിരിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ യാത്ര ചെയ്യിക്കുന്നതായ സമയത്ത്, പ്രത്യേകിച്ച് വർഷങ്ങളൊക്കെയും കഴിഞ്ഞിട്ട് പോയിട്ട്, അതായത് ചില നാളുകളൊക്കെയും കഴിഞ്ഞിട്ടാണ് വരുന്നെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ പണ്ടത്തെ നിലയിൽ ആമേൻ ഹല്ലേലൂയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഹല്ലേലൂയ കെട്ടിപ്പിടിക്കുകയും ആമേൻ ഹല്ലേലൂയ ആമേൻ കരയുകയും ചെയ്യുന്നതായ ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ.
And we all remember the scenes, depending upon the duration the person is traveling, they may be crying and sobbing and hugging as we bid farewell. എന്നാൽ അതേപോലെ തന്നെ മറുവശത്ത് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെതായ കണ്ണുനീര് അതായത് പോകുന്നതായ കാര്യമായിരിക്കും. And at the very same time, those who are waiting to receive this traveler, they must be waiting with joy. ആമേൻ. നമ്മൾ ഈ പ്രിയ അച്ചായന്റെ വിഷയം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഹല്ലേലൂയ, താൻ ഇവിടെ നിന്ന് ഹല്ലേലൂയ തന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഹല്ലേലൂയ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സഭാവിശ്വാസികൾക്ക് തന്റെ വേർപാടെന്ന് പറയുന്നത് ദുഃഖകരം തന്നെയാണ്. And when we think about Appachanattu's departure for the family, for the church, it is a moment of pain. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഹല്ലേലൂയ അപ്പച്ചൻ ഹല്ലേലൂയ നിത്യമായിട്ട് ഇവിടെ നിന്ന് അതായത് പോയിട്ടില്ല. ഹല്ലേലൂയ നമ്മൾ ഇനിയും കാണും. തന്റെ അഡ്രസ്സിന് ഒരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. But with his address is changed, we know that we will see him again. ഹല്ലേലൂയ ഈ ലോകത്തിൽ ഈ പ്രത്യേകിച്ച് അമേരിക്കയിൽ വാഷിംഗ്ടണിൽ ലിൻവുഡിൽ ഉള്ളതായിരുന്നതായ തന്റെ അഡ്രസ് മാറ്റിയിട്ട് സ്വർഗത്തിലെ അഡ്രസ്സാക്കി മാറ്റി എന്നേ ഉള്ളൂ. ഹല്ലേലൂയ നാമും അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ അച്ചാനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Oh, his address is changed from Linwood and to a new place, and that day we will see him and our dear ones there. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്നാണ്. ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ഉള്ളിലും ഈ ഒരു ബോധമുണ്ടായിരിക്കണം. എന്നെയും നിങ്ങളെയും കർത്താവ് ഇവിടെ നിന്ന് വേർതിരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. Let this thought rule in our minds. We do not know the time that he is going to take us from here. ആമേൻ. മരണം എന്ന് പറയപ്പെടുന്നത് അവസാനമല്ല, ഒരു മാറ്റമെന്ന് മാത്രമേ ഉള്ളൂ. Death is not the end, but it is a change. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ. Let the hope grow in us. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പലരുടെയും മാതാപിതാക്കൾ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്തവരാണ്. Now some of our parents are no longer with us. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് എല്ലാവർക്കും കർത്താവിൽ മരിച്ചവരെ ഹല്ലേലൂയ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. But we have this hope that those who died in Christ, we will see them again. അപ്പോൾ നമ്മുടേതായ ഈ വേർപാടെന്ന് പറയുന്നത് വെറും താൽക്കാലികമാണ്. And this departure is only a temporary thing. ഹല്ലേലൂയ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് അഞ്ചാമത്തെ കാര്യം ഹല്ലേലൂയ താൻ പറയുന്നത് നീതിയുടെ കിരീടം കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. And what we read is a crown of righteousness awaits me. Amen. A reward awaits the faithful. A crown of righteousness. Hallelujah. വിശ്വസ്തരായി കാത്തിരിക്കുന്നത് പ്രതിഫലമാണ്. ആ പ്രതിഫലം എന്ന് ചോദിച്ചാൽ നീതിയുടെ കിരീടമായിരിക്കും. A reward awaits the faithful, a crown of righteousness. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയപ്പെടുന്നത് കിരീടം പ്രാപിക്കുവാനായിട്ടുള്ള ഒരു കവാടമാണ്. For a believer, death is an opportunity to receive this crown. എന്താണ്? ഹല്ലേലൂയ. കിരീടം വാങ്ങുവാൻ തക്കമുള്ളതായ ഒരു ഡോർവേ ആണ് മരണമെന്ന് പറയുന്നത്. A death is the doorway to receive this crown. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. If so, do we need to fear death? ആമേൻ. നമ്മൾ എത്ര ആണെന്ന് പറഞ്ഞാലും എത്ര ഭയന്നെന്ന് പറഞ്ഞാലും ഭയന്നില്ല എന്ന് പറഞ്ഞാലും ഒരു ദിവസം നാം മരണത്തെ നേരിടേണ്ടവരാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ നാം നേരിടേണ്ടവരാണ്. No matter how fearless we are, one day we will face death, or his coming is before that. ദൈവജനമേ, ഇന്ന് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്വർഗം എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. വചനം അത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ, എന്നെയും നിങ്ങളെയും കർത്താവ് സ്വർഗീയ പൗരന്മാരാക്കുന്നതായ ആ സമയമാണ്. അവിടുത്തെ ഹല്ലേലൂയ ബിഗിനിങ് ആണ് മരണം എന്ന് പറയപ്പെടുന്നത്. Let me tell you, heaven is not an imagined fictionary place. It is a real place. You and I are called to be citizens, and he is preparing us. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, നാം ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ പ്രവൃത്തി
അവരെ പിന്തുടരുമെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. We read that we will follow those in that act. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തിക്കനുസരിച്ച് നാം നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലവും കിരീടവും എനിക്കും നിങ്ങൾക്കും കർത്താവ് തരും. God will give us a crown depending upon the acts that we do here. ഇന്ന് പൽക്കാലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മൾ വഴിക്ക് വച്ച് ഇതൊന്നും വേണ്ട, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്, അവിശ്വാസിയായി തീരരുത്. ഈ ദിവസങ്ങളിൽ കർത്താവ് കടന്നു വരുന്നതായ വേളയിൽ നമ്മൾ ആരും ലജ്ജിതരായി തീരാതിരിപ്പാൻ നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. Let us hold on tight to our faith so that we will not be discouraged and we will lose hope, but we will persist. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതുവാൻ കർത്താവ് സഹായിക്കട്ടെ. Let God help us to continue the good fight. നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ. May God strengthen us to run a steady race. നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. May God strengthen us to keep the faith. മാത്രമല്ല നീതിയുള്ള ആ കിരീടം കൂടെ പ്രാപിപ്പാൻ, ഹല്ലേലൂയ, ഈ ദിവസത്തിൽ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May we have this prayer that God will help us to win that crown of righteousness. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വെറും ഹല്ലേലൂയ, ആമേൻ, ചുരുങ്ങിയ കാലയളവ് മാത്രമേ ഉള്ളൂ. നിത്യതയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, when we compare to eternity, our life on this earth is but a very short time. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവ് നമ്മുടെ നിത്യതയെ തീരുമാനിക്കുന്ന കാലയളവാണ്. But this short time determines our eternity. അല്ല, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചുരുങ്ങിയ കാലയളവ് നമ്മുടെ ഏറ്റവും ദൈർഘ്യതയുള്ളതായ അനന്തമായ നമ്മുടെ ഹല്ലേലൂയ അല്ലെങ്കിൽ നമ്മുടെ നിത്യതയെ ഹല്ലേലൂയ പ്രതിനിധീകരിക്കുന്നതാണ് എവിടെ പോകണമെന്നുള്ളത്. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോട് നമ്മുടെ ജീവിതത്തെ നയിക്കണം. This short time on this earth determines our eternity, that enduring life. Let us lead carefully the life here. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നും ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്താം. Now the time for praise and worship. Praise the Lord.